ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് എന്താണെന്ന് കണ്ടാലോ? അപ്പോൾ നല്ല ചോറ്, അതുപോലെ തന്നെ മീൻകറി അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാവാറ്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആവോലിയാണ്. അപ്പോൾ ആവോലി മീൻകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കറി വെച്ചിട്ടുള്ളത്. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത് സാറിന് അത്ര ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇന്ന് കറി വെച്ചിട്ടുള്ളത്. പിന്നെ ആവോലി ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് ഇടിച്ചക്കയാണ്. ഇപ്പോൾ നല്ല ചക്ക മാങ്ങ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഇടിച്ചക്കയാണെന്ന് ഉപ്പേരിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ മാങ്ങാച്ചാറും പപ്പടവും അതുപോലെ മുളക് വറുത്തതുകൊണ്ട് ഈ മൂന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഊണ് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ഫ്രഷ് ആവോലിയായിരുന്നു കേട്ടോ. അപ്പോൾ സായനും ഒരുവിധം മീനൊന്നും പറ്റില്ല, പക്ഷെ ആവോലി ഭയങ്കര ഇഷ്ടമാണ്. സായട്ടൻ മാത്രമല്ല, ഞാനും ചില മീനുകളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ മീൻ വാങ്ങുമ്പോൾ എല്ലാവരും കഴിക്കുന്നത് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു വെച്ച് പറ്റുന്ന പോലെ അതൊക്കെ കൂട്ടിയിട്ടാണ് എല്ലാതും ചെയ്യാറ്. പറയാതിരിക്കാൻ വയ്യ, ഇന്നത്തെ മീൻകറി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ചക്കുപ്പേരിയും മീൻ വറുത്തതും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നത് കുക്കിങ്ങൊക്കെ ഷെയർ ചെയ്യണമെന്നാണല്ലോ. പക്ഷെ അറിയാത്തൊരു കാര്യം എങ്ങനെ ഷെയർ ചെയ്യാൻ പറയുക? സാറിന് ഒരുവിധ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ ഞാൻ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി തരാനാണ്? അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ യാതൊരു പരാതിയുമില്ല. ഓരോരുത്തർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ചെയ്യാൻ അറിയുന്ന പണിയല്ലേ ചെയ്യാൻ നല്ലത്. അതുകൊണ്ട് തന്നെ സാറിന് അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അതല്ലാതെ എന്താ പറയുക, ഇന്നത് ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എന്നെ ജോലി നിർബന്ധിച്ച് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയാറില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫെമിനിസ്റ്റ് ആവണേക്കാളും നല്ലത് ഒരു ഹ്യൂമനിസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ജീവിക്കുന്നതാണ് നല്ലത്. ഞാനീ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിലും നല്ലത് അത് ചെയ്യിക്കാതിരിക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇന്ന് ഉച്ചയോട് കാണിക്കാൻ വന്നിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്തത്, ഒരു ലഞ്ച് ടോക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായത് ടാറ്റ ബൈ ബൈ, സീ യു.